And it's an ongoing thing. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഡെയിലി ഇംഗ്ലീഷ് ക്ലാസ് റൂമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് SSLC 2024 പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പാറ്റേണിനെ കുറിച്ചാണ്. അപ്പോൾ പല കുട്ടികളും ചോദിച്ചിട്ടുണ്ടായിരുന്നു ഏത് രീതിയിലാണ് ചോദ്യങ്ങൾ വരിക, അതിൻ്റെ ഒരു പാറ്റേൺ എന്താണെന്നുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മളത് വ്യക്തമായിട്ട് പറയുന്നതാണ്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇത് വളരെ ഉപകാരപ്പെടും. എല്ലാവർക്കും ഇത് പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം 80 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് പരീക്ഷയ്ക്ക് വരിക. ഈ 80 മാർക്കിൻ്റെ ചോദ്യങ്ങൾ ഏത് രീതിയിലായിരിക്കും ചോദിക്കുക എന്ന് നമുക്ക് നോക്കാം. ആദ്യത്തെ ചോദ്യം എല്ലാവർക്കും അറിയാം, റീഡിംഗ് കോംപ്രിഹെൻഷൻ ഫ്രം ദി പ്രോസ് ലെസൺ ആണ്. അതായത് നമ്മൾ പഠിച്ച ഏതെങ്കിലും ഒരു ഗദ്യഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങളാണ്. അപ്പോൾ ഓരോ മാർക്കിൻ്റെ 5 ചോദ്യങ്ങൾ വീതം, അങ്ങനെ ടോട്ടൽ 5 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് ഈ ഒരു സെക്ഷനിൽ ഉണ്ടാവുക. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, പല ആളുകളും അതിൻ്റെ തന്നിരിക്കുന്ന പാരഗ്രാഫിൻ്റെ ഏതെങ്കിലും ഭാഗത്തു നിന്നൊക്കെ എടുത്ത് എഴുതുക എന്നുള്ള ഒരു നയമാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അങ്ങനെയല്ല, ആൻസർ ഒരു പക്ഷേ പല ഭാഗത്തായിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ചോദ്യം എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് നമ്മുടേതായ ഒരു ലാംഗ്വേജിൽ അതിൻ്റെ ആൻസർ എഴുതാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഇതിൽ വരുന്ന ഒരു ചോദ്യമാണ് പിക്ക് ഔട്ട് എ വേർഡ് ഫ്രം ദ പാസേജ്. ദാറ്റ് മീൻസ് ഒരു അർത്ഥം തന്നിട്ടുണ്ടാവും, ഈ അർത്ഥം വരുന്ന ഒരു വാക്ക് ഇതിൽ നിന്ന് കണ്ടുപിടിച്ച് എഴുതുക എന്നുള്ള ഒരു ചോദ്യവും ഇതിലുണ്ടാവാറുണ്ട്. കഴിയുന്നതും നമ്മുടേതായ ലാംഗ്വേജിൽ തന്നെ അതിൻ്റെ ആൻസർ എഴുതുക, ചോദ്യം വ്യക്തമായിട്ട് മനസ്സിലാക്കുക. ഒരു ചോദ്യം പിക്ക് ഔട്ട് എ വേർഡ് എന്നുള്ള ചോദ്യമായിരിക്കും. അപ്പോൾ ആ വാക്ക് മാത്രം എഴുതാൻ ശ്രദ്ധിക്കുക. 5 മാർക്കിൻ്റെ പ്രോസ് കോംപ്രിഹെൻഷൻ ചോദ്യം കഴിഞ്ഞാൽ അടുത്ത ചോദ്യം പോയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള റീഡിംഗ് കോംപ്രിഹെൻഷനാണ്. ഇവിടെയും ഓരോ മാർക്കിൻ്റെ 5 ചോദ്യങ്ങൾ വീതമാണ് ചോദിക്കുന്നത്. അങ്ങനെ ടോട്ടൽ 5 മാർക്കിൻ്റെ ചോദ്യം പോയത്തിൽ നിന്ന്. ഇത് നമുക്ക് ടെക്സ്റ്റ് ബുക്കിലെ ഏത് പോയത്തിൽ നിന്ന് വേണമെങ്കിലും ചോദിക്കാം. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നമുക്ക് ഈ പോയത്തിൻ്റെ വരികൾ ആൻസർ ആയിട്ട് എഴുതരുത്, അത് നമ്മൾ സെൻറ്റൻസ് ആക്കി എഴുതുക. നമുക്ക് പോയത്തിൻ്റെ വരികൾ എഴുതാം. ഈ രീതിയിൽ ചോദിക്കുകയാണെങ്കിൽ പിക്ക് ഔട്ട് ലൈൻസ് ഫ്രം ദ പോയം എന്ന രീതിയിലാണ് ചോദ്യമെങ്കിൽ നമുക്ക് ആ വരികൾ എടുത്തെഴുതാവുന്നതാണ്. അപ്പോൾ 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഒന്ന് പ്രോസിൻ്റെ കോംപ്രിഹെൻഷൻ, അതുപോലെ പോയത്തിൻ്റെ കോംപ്രിഹെൻഷൻ. ഇത് രണ്ടും കൂടി 10 മാർക്കിൻ്റെ ചോദ്യമാണ് ഉണ്ടാകുക. അതിനുശേഷം വരുന്ന ചോദ്യം ഒരു പോയത്തിൻ്റെ അപ്രീസിയേഷൻ എഴുതാനുള്ള ചോദ്യമാണ്. ഇതൊരു 5 മാർക്കിൻ്റെ ചോദ്യമാണ്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ ഏതെങ്കിലും ഒരു പോയം, അതിൻ്റെ ഒരു ആസ്വാദനമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇത് നമ്മൾ 2 പാരഗ്രാഫായിട്ട് എഴുതാൻ ശ്രദ്ധിക്കുക. ഒന്നാമത്തെ പാരഗ്രാഫിൽ ഈ പോയത്തിൻ്റെ ഒരു ആശയവും, രണ്ടാമത്തെ ഒരു ചെറിയ പാരഗ്രാഫിലായിട്ട് ഈ പോയത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന സൗണ്ട് എഫക്ട്സ്, അതുപോലെ റൈം സ്കീം, മറ്റ് പോയറ്റിക് ഡിവൈസസുകൾ, അതുപോലെ ഇമേജസ്, വിഷ്വൽ, ഓൾഫാക്ടറി, ഇങ്ങനെയുള്ള ഇമേജസ്, ഇതൊക്കെയാണ് നമ്മൾ രണ്ടാമത്തെ പാരഗ്രാഫിൽ എഴുതേണ്ടത്. അതുപോലെ തന്നെ പല ആളുകളും ചോദിച്ചിട്ടുള്ള ഒരു സംശയമാണ്, നമുക്ക് കുറച്ച് വരികൾ ഇതിൽ തന്നിട്ടുണ്ടല്ലോ, ഈ വരികളുടെ കാര്യം മാത്രമാണ് എഴുതേണ്ടത്. എന്നാൽ അങ്ങനെയല്ല, ഈ പോയം മുഴുവനായിട്ടുള്ള അതിൻ്റെ ഒരു ആസ്വാദനമാണ് നമ്മൾ എഴുതേണ്ടത്. ഈ പോയത്തിൽ തന്നിരിക്കുന്ന വരികൾ നമ്മുടെ ഒരു സപ്പോർട്ടിംഗ് മെറ്റീരിയൽ ആയിട്ട് മാത്രം കണക്കാക്കിയാൽ മതി. ഇത് കഴിഞ്ഞാൽ അടുത്ത ചോദ്യം എന്ന് പറയുന്നത് അൺഫെമിലിയർ പാസേജ്. എന്താണ് അൺഫെമിലിയർ പാസേജ് എന്ന് പറഞ്ഞാൽ? അതായത് നമ്മൾ ഇതിനു മുൻപ് കണ്ടിട്ടില്ലാത്ത, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇല്ലാത്ത ഒരു പാരഗ്രാഫാണ് നമുക്ക് തരുന്നത്. ഈ പാരഗ്രാഫുമായി ബന്ധപ്പെട്ട ചില ചോദ്യങ്ങളാണ്. ചോദ്യങ്ങളുടെ ഉത്തരം എഴുതുക എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് നമ്മൾ തന്നിരിക്കുന്ന പാരഗ്രാഫ് നന്നായി വായിക്കുക. അതിൽ പരിചയമില്ലാത്ത ചില വാക്കുകളൊക്കെ കണ്ടാൽ പേടിക്കേണ്ട, നമുക്ക് ഉത്തരം എഴുതാനുള്ള ഭാഗം ക്ലിയർ ആയാൽ മതി. പാസേജ് നന്നായിട്ട് വായിക്കുക. അതിനുശേഷം തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് മനസ്സിൽ വെച്ചുകൊണ്ട് ഒന്നുകൂടി ആ പാരഗ്രാഫ് വായിക്കുക. ഇതിൻ്റെ ആൻസേഴ്സ് പല ഭാഗത്തായിട്ടായിരിക്കും ചിലപ്പോൾ ഉണ്ടാവുക. നമുക്ക് ഒരുമിച്ച് ഒരു സ്ഥലത്തൊന്നും കിട്ടാൻ സാധ്യതയില്ല. അതുപോലെ തന്നെ ഇതിൽ വരുന്ന ഒരു ചോദ്യമാണ് ഗിവ് എ സ്യൂട്ടബിൾ ടൈറ്റിൽ ടു ദ പാരഗ്രാഫ്. അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം,
എന്തെങ്കിലും ഒരു ടൈറ്റിൽ കൊടുക്കുക എന്നുള്ളതല്ല, നമ്മുടെ ഈ പാരഗ്രാഫ് ഏത് വിഷയവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഉള്ളത്, അതിന് പൊതുവായിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ചായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക. അപ്പോൾ അത് നമ്മൾ ടൈറ്റിൽ ഹെഡിങ് ആയിട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കുക. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. എസ്സേ ക്വസ്റ്റ്യൻ ആണ്. 2 ഓപ്ഷൻസ് ആണ് നമുക്ക് ഇവിടെ ഉള്ളത്. ഇതിൽ നിന്ന് നന്നായിട്ട് അറിയുന്ന ഒരെണ്ണമാണ് എഴുതേണ്ടത്. അപ്പോൾ ഇത് 7 മാർക്കിന്റെ ഒരു ചോദ്യമാണ്. ഏറ്റവും കൂടുതൽ മാർക്കുള്ള ഒരു ചോദ്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇത് എത്ര എഴുതണം എന്നുള്ള കാര്യത്തിൽ പലരും സംശയം പറയാറുണ്ട്. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് 7 മാർക്കിന്റെ ചോദ്യം ആയതുകൊണ്ട് നമ്മളൊരു 1.5 പേജ്, 1.5 പുറം നമ്മൾ എഴുതാൻ ശ്രദ്ധിക്കുക. ഒരു പേജിന്റെ ഒരു സൈഡ് മുഴുവനായി, അതിന്റെ മറുവശം ഒരു പകുതി ഭാഗം, ഇത്രയെങ്കിലും നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ലെങ്ത് ആണ് എസ്സേക്ക് വേണ്ടത്. അതുപോലെ തന്നെ നമുക്ക് 2 ഓപ്ഷൻസ് ഉണ്ട്. അതിൽ ഏറ്റവും നന്നായിട്ട് അറിയുന്നത് നമ്മൾ സെലക്ട് ചെയ്യുക. അത് നമുക്ക് കൂൾ ഓഫ് ടൈമിന്റെ സമയത്ത് ചെയ്യാവുന്നതാണ്. ഏറ്റവും കൂടുതൽ മാർക്കിന് ചോദ്യങ്ങൾ വരുന്നത് ഏത് ഭാഗമാണെന്ന് ചോദിച്ചാൽ ഒരു സംശയവുമില്ല, ഡിസ്കോഴ്സസ് ആണ്. അവിടെ 2 തരത്തിലുള്ള ഡിസ്കോഴ്സസ് ഉണ്ട്. 5 മാർക്കിന്റെയും ഉണ്ട്, അതുപോലെ തന്നെ 6 മാർക്കിന്റെയും ഉണ്ട്. ഇവിടെ 5 മാർക്കിന്റെ ഡിസ്കോഴ്സസ്, അപ്പൊ ഇവിടെ സാധാരണ വരാറുള്ളത് നോട്ടീസ്, കോൺവെർസേഷൻ, ഡയറി. ഇത് നമ്മളൊരു പേജിന്റെ ഒരു ഹാഫ് പേജ് എങ്കിലും എഴുതുക. 5 മാർക്കിന്റെ ചോദ്യമാണ്. 5 മാർക്കിന്റെ 2 എണ്ണം, അങ്ങനെ 10 മാർക്കിന്റെ ചോദ്യം. ഈ 6 മാർക്കിന്റെ ഡിസ്കോഴ്സസ് ആണ് ഇതിന് ശേഷം വരിക. അവിടെ നമുക്ക് 5 എണ്ണത്തിൽ നിന്ന് 3 എണ്ണമാണ് എടുത്ത് എഴുതേണ്ടത്. ഇവിടെ 6 മാർക്കിന്റെ വരാറുള്ള ചോദ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ക്യാരക്ടർ സ്കെച്ച്, സ്പീച്ച്, ലെറ്റർ, ലെറ്ററിൽ തന്നെ ഫോർമൽ ലെറ്റർ അല്ലെങ്കിൽ ഇൻഫോർമൽ ലെറ്റർ, അതുപോലെ റൈറ്റപ്പ്, പ്രൊഫൈൽ. ഇതിൽ നമ്മൾ ചോയ്സ് നമ്മൾ കൂൾ ഓഫ് ടൈമിന്റെ സമയത്ത് എടുക്കുക. അതിൽ ഒഴിവാക്കാൻ പാടില്ലാത്ത ഒന്ന് പ്രൊഫൈലാണ്. കാരണം വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒന്നാണ് പ്രൊഫൈൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമ്മൾ എത്ര ലെങ്ത് എഴുതണം എന്നുള്ളതാണ് അടുത്ത ചോദ്യം. 6 മാർക്കിന്റെ ചോദ്യം ആയതുകൊണ്ട് നമ്മളൊരു 3/4 ഭാഗം, ഒരു പേജിന്റെ 3/4 ഭാഗമാണ് നമ്മൾ ഇതിന്റെ ഒരു ലെങ്ത് ആയിട്ട് കാണേണ്ടത്. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് വിഷ്വൽ ഡേറ്റയുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. അതായത് എന്തെങ്കിലും ഒരു ടേബിൾ, എന്തെങ്കിലും ഇൻഫർമേഷൻസ് ഉള്ള ഒരു ടേബിൾ, അല്ലെങ്കിൽ ഒരു ഡയഗ്രാം, അല്ലെങ്കിൽ ഒരു ചാർട്ട്, അങ്ങനെ ബാർ ഡയഗ്രാമോ പൈ ഡയഗ്രാമോ ഏത് വേണമെങ്കിലും വരാം. ചിലപ്പോൾ ഏതെങ്കിലും പുസ്തകങ്ങളുടെ ഫ്രണ്ട് പേജോ എന്തെങ്കിലും ഒരു ഇൻഫർമേഷനാണ്, ഒരു ഡേറ്റയാണ്. അതിനുമായി ബന്ധപ്പെട്ട 5 ചോദ്യങ്ങൾ, അങ്ങനെ 5 മാർക്കിന്റെ ചോദ്യമാണ്. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇത് വളരെ എളുപ്പമുള്ള ചോദ്യമാണെന്ന് കരുതി പലപ്പോഴും നമ്മൾ വേണ്ടത്ര ശ്രദ്ധ കൊടുക്കാതെ ഈ ചോദ്യങ്ങളുടെ ഉത്തരം എഴുതി തെറ്റിപ്പോകാറുണ്ട്. അപ്പൊ ചോദ്യം നന്നായി വായിച്ചു നോക്കുക. നമ്മൾ എഴുതിയ ആൻസർ ശരിയാണെന്ന് എഴുതി കഴിഞ്ഞതിന് ശേഷം ഓരോ ചോദ്യവും വായിച്ചിട്ട് നമ്മൾ എഴുതിയ ആൻസർ കറക്റ്റ് ആണെന്നുള്ളത് ഒന്നുകൂടി പരിശോധിക്കുന്നത് വളരെ നന്നായിരിക്കും. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മളിത് വീണ്ടും റീചെക്ക് ചെയ്യണം. അതുപോലെ തന്നെ ചില ആളുകൾ ഒന്നിലധികം ഉത്തരങ്ങൾ എഴുതി വെക്കാറുണ്ട്. അതും പരിഗണിക്കില്ല. ഏതെങ്കിലും ഒരു ഉത്തരം മാത്രമേ എഴുതാൻ പാടുള്ളൂ എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക. അപ്പൊ ഇവിടെ റൈറ്റ് ഓൺലി 1 ആൻസർ ടു ദ ക്വസ്റ്റ്യൻ. ഇനി ഇതിനു ശേഷം വരുന്ന നമ്മളെല്ലാം കുഴയ്ക്കുന്ന കുറച്ച് ചോദ്യങ്ങളാണ് ഗ്രാമർ ഭാഗത്തു നിന്ന് വരുന്ന ചോദ്യങ്ങൾ. പക്ഷെ നമുക്ക് ഗ്രാമർ ഭാഗത്തെ ഓരോ ഭാഗവും എടുത്ത് നമ്മുടെ ക്ലാസ്സുകൾ ഇനിയുള്ള ദിവസങ്ങളിൽ വരുന്നതായിരിക്കും. അപ്പം മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ കാര്യങ്ങളൊക്കെ ഓർത്തിരിക്കുക. ഗ്രാമർ ഭാഗത്ത് നിന്ന് ടോട്ടൽ 20 മാർക്കിന്റെ ചോദ്യമാണ് ചോദിക്കുന്നത്. അതിൽ 2 മാർക്കിന്റെ ചോദ്യം റിപ്പോർട്ടഡ് സ്പീച്ച് ആണ്. പിന്നെ എഡിറ്റിങ്ങിന്റെ ഒരു 4 മാർക്ക്, അതുപോലെ ഫ്രേസൽ വെർബിന് ഒരു 4 മാർക്ക്, അതുപോലെ വിട്ടുപോയ വാക്കുകൾ ഫില്ല് ചെയ്യാൻ മിസ്സിംഗ് വേർഡ്സ് 5 മാർക്കിന്റെ, അതുപോലെ തന്നെ ഒരു കോൺവെർസേഷൻ തന്നിട്ട് അതിൽ വിട്ട ഭാഗങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക 5 മാർക്ക്. അങ്ങനെയാണ് നമുക്ക് ഈ ഗ്രാമർ ഭാഗത്തെ ചോദ്യങ്ങൾ വരുന്നത്. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ പാറ്റേൺ എല്ലാവരും ശ്രദ്ധിക്കുക, മനസ്സിലാക്കിയിരിക്കുക. നമുക്ക് പരീക്ഷയ്ക്ക് അത് വളരെയധികം ഉപകാരപ്പെടും. ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മൾ ഗ്രാമറുമായി ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ടൈം.